നമസ്കാരം, ഞാൻ രാജൻ ജോർജ്. ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറും ട്രെയിനറും മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റുമാണ്. കൂടാതെ ഞാനൊരു IIT MTech ഹോൾഡറും ബിൽഡറുമാണ്. ചിരിക്കുക, ലോകം നിങ്ങളോടൊത്ത് ചിരിക്കും. കരഞ്ഞാലോ ലോകം നിങ്ങളോടൊത്ത് കരയുമോ? ഇല്ല, നിങ്ങൾ തനിയെ കരയേണ്ടി വരും. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലാഫിങ്ങിൻ്റെ, സ്മൈലിങ്ങിൻ്റെ ബെനിഫിറ്റിനെ പറ്റിയാണ്. ഇംഗ്ലീഷ് ലെറ്റർ A ഉപയോഗിച്ചിട്ടാണ് എല്ലാ പോയിൻറ്റുകളും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആദ്യമായി ഫസ്റ്റ് പോയിൻ്റ്, അറ്റാക്ക്. ചിരിക്കുമ്പോൾ നിങ്ങൾ രോഗങ്ങളെ ആക്രമിക്കുകയാണ്. എങ്ങനെ? ചിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഓക്സിജൻ്റെ ഒരു വിസ്ഫോടനമാണ് നടക്കുന്നത്. ഈ വിസ്ഫോടനം പോസിറ്റീവായ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. പോസിറ്റീവ് എൻഡോർഫിൻസ്, പോസിറ്റീവ് ഡോപ്പാമിൻസ്, സെറാട്ടോണിൻസ് ആൻഡ് ഓക്സിറ്റോസിൻ. ഈ പോസിറ്റീവ് ഹോർമോണുകൾ ശത്രുവിനെ, എന്ന് വെച്ചാൽ രോഗങ്ങളെ, അവയുടെ മാളത്തിൽ പോയി ആക്രമിക്കുന്നു. ഓരോ സെല്ലിലും പോയി, ഓരോ ഗ്ലാൻഡിലും പോയി, ഓരോ ഹോർമോണിലും പോയി, ഓരോ ന്യൂറോണിലും പോയി, ഓരോ തരിയിലും പോയി, ഓരോ ഫൈബറിലും പോയി രോഗങ്ങളെ ആക്രമിക്കുന്നു. ഈ ആക്രമണത്തെ ചെറുക്കാൻ പറ്റിയ ഒരസുഖവും മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകില്ല. ഓസ്ട്രേലിയൻ എഴുത്തുകാരി റൊണ്ട ബേർഡും ലോകത്തിലെ പ്രമുഖരായ 29 മോട്ടിവേഷണൽ സ്പീക്കേഴ്സും കൂടി എഴുതിയിട്ടുള്ള ഒരു ബുക്കുണ്ട്, ദ സീക്രട്ട്. സമീപകാലത്ത് ഇറങ്ങിയത് ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക്. ഈ ബുക്കിൽ 2 ആളുകളുടെ അനുഭവം വിവരിക്കുന്നുണ്ട്. നോർമൻ കസിൻസ് ആൻഡ് കാത്തി ഗുഡ്മാൻ. ഇവർക്ക് 2 പേർക്കും ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ടപ്പോൾ അവർ ചിരിയുടെ ശക്തി ഉപയോഗിച്ച് രോഗത്തെ ഭേദപ്പെടുത്തിയ കാര്യമാണ് അതിൽ വിവരിക്കുന്നത്. ക്യാൻസറാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അവർ 3 മാസം തുടർച്ചയായി ചിരിച്ചു. ഫണ്ണി സിനിമ അല്ലെങ്കിൽ കോമഡി സിനിമ കണ്ടിട്ടാണ് തുടർച്ചയായി ചിരിച്ചത്. 3 മാസം കഴിഞ്ഞപ്പോൾ ക്യാൻസർ പൂർണ്ണമായും ഭേദപ്പെട്ടു എന്ന് മനസ്സിലായി. ഈ എഴുത്തുകാർ അവരുടെ വിശ്വാസ്യതയ്ക്ക്, ഇൻറ്റഗ്രിറ്റിക്ക് പേരെടുത്തവരാണ്. അതുകൊണ്ട് ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാകാതെ വരില്ല. അതുപോലെ അമേരിക്കൻ എഴുത്തുകാരിയും ആധ്യാത്മിക ഗുരുവുമായ ലൂസി H. ഹേ അവരുടെ അനുഭവം അവരുടെ ഒരു പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. യു ക്യാൻ ഹീൽ യുവർ ബോഡി എന്ന പുസ്തകത്തിൽ. ലൂസിക്ക് ക്യാൻസറാണെന്ന് ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്തപ്പോൾ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു ക്യാൻസറായ ആന്തരിക അവയവം മുറിച്ചു മാറ്റണമെന്ന്. ലൂസി പറഞ്ഞു, ഏതാനും മാസങ്ങൾക്ക് ശേഷം വരാം. ഒരു 3-4 മാസം ലൂസി ചിരിയുടെ ശക്തിയെ ആശ്രയിച്ചു. 3-4 മാസങ്ങൾക്ക് ശേഷം ഡോക്ടർമാരെ അതിശയിപ്പിച്ചുകൊണ്ട് ക്യാൻസറിൻ്റെ കണിക പോലും ഇല്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഈ 3 പേരുടെ സാക്ഷ്യം എൻ്റെ ലാഫിങ്ങിനെ പറ്റിയുള്ള ഇംഗ്ലീഷ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇത് കണ്ട് എൻ്റെ സുഹൃത്തുക്കളായ പല ഡോക്ടർമാരും ശക്തമായി വിമർശിക്കുകയുണ്ടായി. അവരുടെ വാദഗതി ഇതാണ്: പല ക്യാൻസറുകളും ആദ്യം തന്നെ തിരിച്ചറിഞ്ഞാൽ പൂർണ്ണമായും സുഖപ്പെടാവുന്നതാണ്. അതിനു പകരം ചിരിച്ചുകൊണ്ട് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലാണ്. എന്നാൽ ഒരു ഡോക്ടറും പറയുന്നില്ല ഈ ക്യാൻസർ എവിടെ നിന്നോ വരുന്നുവെന്ന്. ക്യാൻസർ എന്നാൽ കോശങ്ങളുടെ നിയന്ത്രണാതീതമായ, അസാധാരണമായ, പ്രവചനാതീതമായ വളർച്ച. ഞാൻ പറയാം ഈ രോഗങ്ങൾ എവിടെ നിന്ന് വരുന്നുവെന്ന്. എല്ലാ രോഗങ്ങളും വരുന്നത്
നെഗറ്റീവ് വിചാരങ്ങളിൽ നിന്നാണ്, നെഗറ്റീവ് വികാരങ്ങളിൽ നിന്നാണ്, നെഗറ്റീവ് ഫീലിങ്സ് വഴിയാണ്, നെഗറ്റീവ് എമോഷൻസ് വഴിയാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. മാനസികമായ നിരുത്സാഹപ്പെടൽ, മെൻ്റൽ ഡിപ്രഷൻ, നിരാശ, നൈരാശ്യം, വിഷാദം, ഉത്കണ്ഠ, ആകുലത, ആധി, മനോവിഷമം, പക, വിദ്വേഷം, പ്രതികാരം, അസൂയ, ഇങ്ങനെയുള്ള നെഗറ്റീവ് വികാരങ്ങളും വിചാരങ്ങളും കൊണ്ട് മാത്രമേ അസുഖങ്ങൾ വരികയുള്ളൂ. നിങ്ങൾ സാങ്കല്പികമായതോ യാഥാർത്ഥ്യമായതോ ആയ ഒരു പ്രശ്നത്തിൽ മനസ്സ് മുഴുകിയാൽ, മനസ്സ് അതിൽ വിഷമിച്ചാൽ, അത് തുടർച്ചയായി അതിൽ വിഷമിച്ചാൽ മനസ്സിനെ അത് തകർക്കും. എന്തൊക്കെ ഭവിഷ്യത്തുകളാണ്, എന്തൊക്കെ അസുഖങ്ങളാണ് വരാൻ പോകുന്നതെന്ന് പ്രവചിക്കാനേ പറ്റില്ല. രോഗങ്ങൾ വരാതിരിക്കാൻ ചിരിയും ഹാപ്പിനെസ്സും പോസിറ്റീവ് ചിന്തകളും ആവശ്യമാണ്, അത് മതിയാവും. എന്നാൽ രോഗങ്ങൾ വന്നാൽ ചിരി കൊണ്ടോ പോസിറ്റീവ് ചിന്തകൾ കൊണ്ടോ മാത്രം അസുഖങ്ങൾ ഭേദമാകണമെന്നില്ല. അതിന് മെഡിക്കൽ ഹെൽപ്പ് വേണം. എന്നാൽ രോഗങ്ങൾ സുഖപ്പെടുന്നതിന് ചിരിയും ഹാപ്പിനെസ്സും പോസിറ്റീവ് ചിന്തകളും സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത പോയിൻ്റ്, അട്രാക്റ്റ്. രോഗങ്ങളെ ആക്രമിക്കുന്ന ചിരി ആളുകളെ, മറ്റുള്ളവരെ ആകർഷിക്കുകയാണ്. എങ്ങനെയാണ് ആകർഷിക്കുന്നത് നോക്കാം. ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓജസ് ഉണ്ടാവും, തേജസ് ഉണ്ടാവും, നിങ്ങൾ കൂടുതൽ ക്രിയാത്മകമാവും, നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസം ഉള്ളവരാകും, നിങ്ങളുടെ എന്തുവിശ്വാസം വർദ്ധിക്കും, നിങ്ങളുടെ എനർജി വർദ്ധിക്കും, നിങ്ങളുടെ ഹാപ്പിനെസ് വർദ്ധിക്കും, നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കും. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കും. മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഈ പ്രതിഭാസം ജീവിതത്തിൽ അസാധാരണമായ വിജയം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപകരിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒരു ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ്സിൻ്റെ ഓളിയം കൂട്ടാൻ, കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ ഉപകരിക്കാം. ഒരു കടയിലെ ഉടമയും ജീവനക്കാരും ഹൃദ്യമായി മനോഹരമായി ചിരിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ആ കടയുടെ വിറ്റുവരവ് വർദ്ധിക്കും, കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടും. നിങ്ങളൊരു പ്രൊഫഷണലാണെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിനെ ആജീവനാന്ത ക്ലയൻസാക്കി മാറ്റാൻ പറ്റിയ മാജിക്കാണ് ചിരി. അടുത്ത പോയിൻ്റ്, ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മനോഭാവം, നിങ്ങൾ ലോകത്തെ നോക്കിക്കാണുന്ന രീതി. ലോകത്തെ എന്ന് വെച്ചാൽ ആളുകളെ, പ്രശ്നങ്ങളെ, അവസരങ്ങളെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതിയാണ് മനോഭാവം. മനോഭാവം ഒരു ചിന്താശീലമാണ്, ചിന്താശൈലിയാണ്, ചിന്താരീതിയാണ്, ചിന്താ സ്വഭാവമാണ്. നിങ്ങളെ ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. അങ്ങനെ നിങ്ങളുടെ മനോഭാവം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവായിട്ട് മാറും. കാരണം നിങ്ങളുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവുകൾ എല്ലാം ഓടി ഒളിക്കുക. അങ്ങനെ ചിരിയിലൂടെ പോസിറ്റീവ് മനോഭാവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും എല്ലാം അവധി കൊടുക്കും. എന്നിട്ട് സന്തോഷസാഗരത്തിൽ ആറാടുന്നതിന് നിങ്ങൾക്ക് സാധ്യമാകും. ചിരിയുടെ മാജിക്കൊണ്ട് നിങ്ങളുടെ മനോഭാവം മാറുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും. അതായത് പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ എല്ലാം അവസരങ്ങൾ വേഷം മാറി വന്നവയാണ് എന്ന്. ഈ അവസരങ്ങളുടെ പ്രച്ഛന്ന വേഷം അഴിച്ചു മാറ്റി അവയിലെ അവസരങ്ങളുടെ യഥാർത്ഥ രൂപം പുറത്തെടുത്ത് അവ ഉപയോഗിക്കാൻ നിങ്ങൾ പ്രാപ്തരാകും.
ഈ ലോകത്ത് സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം എന്ന ഒന്നില്ല. അവസരങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വേണ്ടുവോളം ഉണ്ടാവും, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഈ പ്രപഞ്ചം വളരെ വളരെ സമർത്ഥമാണ്. പക്ഷേ അവസരങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. അവസരങ്ങളെ കയറി പിടിച്ച് ഉപയോഗിക്കുന്നവരിലേക്ക് അവ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ ചിരിയിലൂടെ മനോഭാവം പോസിറ്റീവായി മാറ്റുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലെ നന്മകൾ മാത്രമേ കാണുകയുള്ളൂ, അവരുടെ കഴിവുകൾ മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെ മറ്റുള്ളവരെ ഉപയോഗിച്ച് ജീവിതത്തിൽ വിജയിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരെ കൂടാതെ, ആളുകളെ കൂടാതെ ഈ ലോകത്ത് ആർക്കും വിജയിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ചിരിച്ച് മനോഭാവം മാറുമ്പോൾ നിങ്ങളുടെ അസാധാരണമായ കഴിവുകൾ, അപാരമായ കഴിവുകൾ മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ. നിങ്ങളുടെ പരിമിതികൾ നിങ്ങൾ കാണുകയില്ല. ചിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട വശങ്ങൾ പ്രകാശപൂരിതമായി മാറുന്നത് നിങ്ങൾ കാണും. അതുപോലെ ചിരിക്കുമ്പോൾ നിങ്ങൾ വളരെ ശോഭനമായ, വളരെ വിജയകരമായ ഒരു ഭാവി മാത്രമേ നിങ്ങൾ മുന്നിൽ കാണുകയുള്ളൂ. അസാധാരണമായ വിജയത്തിൻ്റെ ഒരു ഭാവി മാത്രമേ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരികയുള്ളൂ. അടുത്ത പോയിൻ്റ്, അസറ്റ്. നിങ്ങളുടെ $1 മില്യൺ അസറ്റാണ് നിങ്ങളുടെ ചിരി. ഈശ്വരൻ്റെ കോടാനുകോടി സൃഷ്ടികളിൽ മനുഷ്യന് മാത്രമേ ചിരിക്കാനുള്ള കഴിവ് നൽകിയിട്ടുള്ളൂ. ഈ അസറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശ്വരൻ നൽകിയിട്ടുള്ളത്, പുഴുത്തി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ള എല്ലാ ലീഡേഴ്സും അവർ ചിരിയുടെ അസറ്റ് ഉപയോഗിച്ചിട്ടുള്ളവരാണ്. കാരണം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിന് ചിരിയുടെ മാസ്മരികത വേണം. മറ്റുള്ളവരെ സ്വാധീനിക്കാതെ ആർക്കും ഒരു പ്രൊഫഷനിലും നേതൃത്വത്തിലേക്ക് ഉയരാൻ സാധ്യമല്ല. ഈ ചിരിയുടെ അസറ്റ് ഉപയോഗിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന്, പ്രൊഫഷനിൽ ക്ലയൻസിൻ്റെ എണ്ണം കൂട്ടുന്നതിന്, അതുപോലെ 100% ആരോഗ്യത്തെ സൃഷ്ടിക്കുന്നതിന് എല്ലാം ഈ അസറ്റ് ഉപയോഗിക്കാം. ചിരിയുടെ അസറ്റ് വേണ്ട വിധം ഉപയോഗിച്ചാൽ ആകാശത്തോളം നിങ്ങൾക്ക് വിജയിക്കാം, അല്ല അതുക്കും മേലെ നിങ്ങൾക്ക് വിജയിക്കാം. അടുത്ത പോയിൻ്റ്, അസോസിയേറ്റ്, അമേസ്, അസ്റ്റോണിഷ്. നിങ്ങൾ മറ്റുള്ളവരുമായി അസോസിയേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ആളുകളുമായി ഇടപഴകുമ്പോൾ, നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ, സോഷ്യലൈസ് ചെയ്യുമ്പോൾ ചിരിക്കുക, മനോഹരമായി ചിരിക്കുക, മനോജ്ഞമായി ചിരിക്കുക. അപ്പം മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്നതിന്, അത്ഭുത പരതന്ത്രരാക്കുന്നതിന് നിങ്ങളുടെ ഈ ചിരിക്ക് കഴിവുണ്ട്. അടുത്ത പോയിൻ്റ്, അപ്രീഷിയേറ്റ്, അഡ്മയർ. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സ്ഥിരം കേൾക്കാറുണ്ട്, സ്ഥലത്തിൻ്റെ വില അപ്രീഷിയേറ്റ് ചെയ്തു, സ്വർണത്തിൻ്റെ വില അപ്രീഷിയേറ്റ് ചെയ്തു എന്നൊക്കെ. എന്ന് വെച്ചാൽ അതിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ്. ചിരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മൂല്യമാണ് വർദ്ധിക്കുന്നത്. നിങ്ങളെപ്പോഴും ഒരു അപ്രീഷിയേറ്റീവ് മൂഡിലായിരിക്കണം. ഏത് സാഹചര്യത്തിലും നല്ലത് മാത്രം തേടി നടക്കുക, കാണുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ ആളുകളിലെ നല്ലത് മാത്രം കാണുക, തേടി നടക്കുക, പ്രശംസിക്കുക, അഡ്മയർ ചെയ്യുക. അങ്ങനെ അപ്രീഷിയേറ്റീവ് മൂഡിലാവുമ്പോൾ സമൃദ്ധി, ഐശ്വര്യം നിങ്ങളിലേക്ക് ഒഴുകും. കാരണം പ്രപഞ്ചത്തിലെ കോസ്മിക് നിയമമാണത്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, പ്രശംസിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ പ്രശംസയുടെ മാറ്റ് കൂടും, പ്രശംസ 10 മാറ്റാകും. അടുത്തത് അപ്പിയറൻസ്. നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ അപ്പിയറൻസിന് ഒരു ബൂസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്ലി ആയി,
നിങ്ങൾ കൂടുതൽ പ്ലീസിംഗ് ആയി മറ്റുള്ളവർക്ക് തോന്നും. നിങ്ങൾ കൂടുതൽ അഫെക്ഷനേറ്റായി മറ്റുള്ളവർക്ക് തോന്നും. നിങ്ങളുടെ വ്യക്തിത്വത്തിന് തേജസ് ഉണ്ടാകുന്നതായിട്ട്, ഓജസ് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതുപോലെ നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളൊരു വിന്നറായി, ഒരു ചാമ്പ്യനായി, ഒരു നേതാവായി, ഒരു ജേതാവായി മറ്റുള്ളവർക്ക് തോന്നും. അടുത്തത് ആഗടി, ആങ്സൈറ്റി, ആങ്കർ. ജീവിതത്തിൽ ആഗടി ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, സങ്കടമുണ്ടാകുമ്പോൾ, പരമസങ്കടമുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ചിരിക്കുക, മനോജ്യമായി ചിരിക്കുക, മനോഹരമായി ചിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? മേൽപ്പടി പറഞ്ഞതൊക്കെ ഉരുക്കി ഒലിച്ചു പോവും. എങ്ങനെ? ഒരു ഐസ് കട്ട എടുത്ത് നിങ്ങൾ വെയിലത്ത് വയ്ക്കുക. എങ്ങനെ ഐസ് കട്ട ഉരുക്കി ഒലിച്ചു പോകുമോ അതുപോലെ നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉരുക്കി ഒലിച്ചു പോകും. അടുത്ത പോയിൻ്റ്, അഫെക്ഷനേറ്റ്. നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങൾ വളരെ അഫെക്ഷനേറ്റ് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. കാരണം എന്താ? അഫെക്ഷൻ പ്രകടമാകുന്നത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വഴിയാണ്. നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വേറൊരു ലെവലിലേക്ക് വരിക. അതുകൊണ്ടാണ്. അപ്പോൾ ചിരിക്കുക, മറ്റുള്ളവരെ അഫെക്ഷനേറ്റ് ആണെന്ന് തോന്നത്തക്ക രീതിയിൽ ചിരിക്കുക. അടുത്ത പോയിൻ്റ്, അഡ്വേഴ്സിറ്റി. നിങ്ങൾക്ക് ജീവിതത്തിൽ അഡ്വേഴ്സിറ്റി ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, തടസ്സങ്ങളുണ്ടാകുമ്പോൾ, വെല്ലുവിളികളുണ്ടാകുമ്പോൾ ചിരിക്കുക. മഹത്തായി ചിരിക്കുക, മഹത്തരമായി ചിരിക്കുക, മോഹനമായി ചിരിക്കുക. എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം വേറൊരു വഴിക്ക് തിരിഞ്ഞു പോകും. എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ഈ പറഞ്ഞ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടാൻ തക്ക ആത്മവിശ്വാസമുള്ളൊരു യോദ്ധാവായിട്ട് നിങ്ങൾ മാറുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ചിരിക്കാത്ത, ഗൗരവത്തിലിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളിലേക്ക് വഴിമാറിപ്പോവും. അടുത്ത പോയിൻ്റ്, അഡിക്റ്റഡ് ടു ലാഫിങ്. നിങ്ങൾ മിക്കവാറും കേൾക്കാറുണ്ട്, മദ്യപാനത്തിന് അഡിക്റ്റഡായി, പുകവലിക്ക് അഡിക്റ്റഡായി, അമിത ഭക്ഷണത്തിന് അഡിക്റ്റഡായി, കഞ്ചാവിന് അഡിക്റ്റഡായി. എല്ലാം നെഗറ്റീവായിട്ടാണ് ഈ അഡിക്ഷനെ നിങ്ങൾ വീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് പോസിറ്റീവായ അഡിക്ഷൻ ഉണ്ടായിക്കൂടാ? എന്തുകൊണ്ട് ചിരിക്ക് അഡിക്റ്റഡ് ആയിക്കൂടാ? എന്തുകൊണ്ട് ഹാപ്പിനെസ്സിന് അഡിക്റ്റഡ് ആയിക്കൂടാ? നല്ല ശീലങ്ങൾക്ക് അടിമപ്പെടുക. നെഗറ്റീവ് ശീലങ്ങൾക്ക് പകരം പോസിറ്റീവ് ശീലങ്ങൾക്ക് അടിമപ്പെടുക. ഗ്രാറ്റിറ്റ്യൂഡിന് അഡിക്റ്റഡ് ആകുക, അല്ലെങ്കിൽ അടിമപ്പെടുക. അടുത്ത പോയിൻ്റ്, ആക്റ്റീവ്, ആക്ഷൻ ഓറിയൻറ്റഡ്. നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ആക്റ്റീവാകും, ആക്ഷൻ ഓറിയൻറ്റഡ് ആവും, നിങ്ങൾ ചൊറുചുറുക്കുള്ള വ്യക്തിയാവും. കാരണം ചിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രവർത്തന നിരതരാവും, പ്രവർത്തനക്ഷമതരാവും. ഈ ലോകം പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഈ ലോകം വഴിമാറിക്കൊടുക്കും. എല്ലാ വിജയികളും അസാധാരണമായ മാസീവായിട്ടുള്ള ആക്ഷൻ എടുത്തിട്ടുള്ളവരുടേതാണ്. അങ്ങനെ ചിരിക്കുക, വിജയിക്കുക, ചാമ്പ്യനാകുക, വിന്നറാകുക. ഇനി നമുക്ക് കുറേ ലാഫിംഗ് ടെക്നിക്സ്, ലാഫിംഗ് എക്സസൈസുകൾ നോക്കാം. ആദ്യമായി ഒരു നമസ്കാർ ലാഫിംഗ് നോക്കാം. ആളുകൾക്ക് നമസ്കാരം പറയുക, എന്നിട്ട് ചിരിക്കുക. നമസ്കാരം. പിന്നെ ഒരു ലീഡേഴ്സ് ലാഫ്. നിങ്ങളൊരു നേതാവിനെ പോലെ കൈവീശുക, ചിരിക്കുക. ഇനി ഒരു ഷേക്ക് ഹാൻഡ് ലാഫിംഗ്. മറ്റുള്ളവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ചിരിക്കുക. ഇനി ആ ഹോ ഹാ ഹോ ലാഫ്. ആ ഹാ ഹോ ഹോ, ആ ഹോ ഹോ,
എൻ്റെ ഈ വീഡിയോ ഇംഗ്ലീഷ് ലെറ്റർ എ ഉപയോഗിച്ചുള്ളത് ഇന്ന് തീരുകയാണ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ലാഫിങ്ങിനെ പറ്റി, സ്മൈലിങ്ങിനെ പറ്റി അനേക വീഡിയോകളുമായി വരും. ഇനി അടുത്തത് ഇംഗ്ലീഷ് ലെറ്റർ ബി ഉപയോഗിച്ച്, പിന്നെ സി ഉപയോഗിച്ച്, അങ്ങനെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.